ഹലോ, നിങ്ങൾ റെഡിയാക്കി വെച്ചോ, ഞാൻ നാളെ തന്നെ വന്നോളാം. എല്ലാം ശരിയായിട്ടാണല്ലോ. ക്ലാപ്പ് സൗണ്ട് എവിടെ നിന്ന് വന്നത്? ഹലോ, ഒന്നുമില്ല. ഓക്കെ, വന്നോളാം. ഈ ആൻഡ്രോയിഡ് ഫോൺ എപ്പോഴും ഇങ്ങനെയാ. ഒരു പ്രാവശ്യം ഇരിക്കുന്ന പോലെ പിന്നീട് ഇരിക്കില്ല. എത്ര മണിക്ക് വരാന്ന് പറഞ്ഞാടാ? ഞാൻ എന്ത് ചെയ്യാനാടാ, എനിക്ക് നിങ്ങളുടെ പോലുള്ള പ്രൊഫഷൻ ഒന്നുമല്ലല്ലോ. ഇവളാണെങ്കി ഡോക്ടർ, സാറ് സോഫ്റ്റ് വെയർ എഞ്ചിനീയർ. നിന്റെ ജോലിക്ക് എന്താ ഒരു കുറവ്? എന്നെയും വേദന പോലെ ടെൻഷൻ ഒന്നുമില്ലല്ലോ. എല്ലാ പ്രൊഫഷനിലും അതിൻ്റെതായ ടെൻഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ടല്ലോ, വീട് കെട്ടുന്നവരെക്കാൾ കുഴി വെട്ടുന്ന ആൾക്കാരാ കൂടുതലുള്ളത്. ചഞ്ചൽ, ഇന്ന് വേദ എന്താ ചെയ്തെന്നറിയോ? എന്തായാലും നീ എന്നോട് ചാലഞ്ച് ചെയ്ത പോലെ നീ നിഹാരികയെ പേടിപ്പിച്ചല്ലോ. ഞാൻ ചെറുപ്പകാലം തൊട്ട് ഇവളെ ഭയപ്പെടുത്താൻ വേണ്ടി ഒന്ന് ശ്രമിച്ചോണ്ടിരിക്കല്ലേ. ഇവളാണെങ്കി ഭയം എന്താന്ന് എന്നോട് ചോദിക്കാൻ. ഓഹോ, അപ്പൊ ഇത് നിന്റെ കൂടെ പ്ലാൻ ആയിരുന്നു? അല്ലാതെ പിന്നെ. എന്നെ ഇങ്ങനെ കളിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു ജോലിയായി മാറിയിരിക്കാം. Just for fun, yeah. Don't take it seriously. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ലൈഫിൽ പിന്നെ എന്താ രസം. അതെ, നമുക്ക് പെട്ടെന്ന് ഫുഡ് ഓർഡർ ചെയ്താലോ? ഓക്കെ, വെയിറ്റ്. ഷിറ്റ്, UPS ചാർജ് ഇല്ലെന്ന് തോന്നുന്നു.
ഓ, മെഴുകുതിരി ഇനി എവിടെ പോയി തപ്പാനാണാവോ? ഇവിടെ ഉണ്ടാവണമല്ലോ. ഇതെന്താ? എന്നാലും ഇതെങ്ങനെയാ സംഭവിച്ചേ? ആ കത്തി എവിടുന്നാ വന്നത്? ആ, ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. ബ്ലഡ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇത് കാണില്ലല്ലോ. ഇതെവിടെ പോയി? വേദായിരിക്കും ചിലപ്പോ. വേദ് 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 ഹലോ,
നിഹാരിക, ഹലോ ഹലോ. ഇവളെന്ത് ഈ സമയത്ത് വിളിച്ചത്? കത്തി. വീണ്ടും അതേ കത്തി. ഇതെങ്ങനെ പുറത്തെത്തിയത്? എന്തോ സംഭവിക്കുന്നുണ്ടല്ലോ. എന്തു പറ്റി മാഡം? ഫയൽ ഫയൽ അതിലുണ്ടല്ലോ. ഞാൻ എടുത്തു തരാം. ഡോക്ടർ, ഫയൽ. ഡോക്ടർ, ഫയൽ. ഓക്കെ. ഡോക്ടർ, എനിക്ക് മുഴുവനായിട്ട് ഒരു സ്ത്രീയായിട്ട് മാറണം. ദയവ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ ഇരിക്കുന്നത്. ആക്ച്വലി അതിന് ഒരുപാട് പണം ചെലവാകും. നിങ്ങളുടെ കയ്യിൽ അത്രയുണ്ടോ? ഡോക്ടർ, എത്ര പണം വേണമെങ്കിലും ചെലവാക്കാം. എനിക്കൊരു പെണ്ണായിട്ട് മാറിയാൽ മാത്രം മതി. നോക്ക്, നിങ്ങൾ എന്തിനാ അതിനെ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡോക്ടർ, അതൊക്കെ ഒരു പെണ്ണായതിനു ശേഷം ഞാൻ പറയാം. എന്നെ ഒന്ന് പെണ്ണായിട്ട് മാറാൻ സഹായിച്ചാൽ മാത്രം മതി. എന്തിനാ നിങ്ങൾ വെറുതെ ഇങ്ങനെ സഹായത്തെ പറ്റിയൊക്കെ പറയുന്നേ? നഴ്സ്, ഇവരെ ചെക്കപ്പിന് വേണ്ടി കൊണ്ടുപോകും. ഓക്കെ ഡോക്ടർ, പ്ലീസ് കം. ഇവിടെ എങ്ങനെയൊക്കെ നോക്കിയിട്ടും ആണായിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. സിസ്റ്റർ, എന്തുപറ്റി? എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നു? ഡോക്ടർ, ഈ റിപ്പോർട്ട് ഒന്ന് നോക്കിയേ. അവരുടെ അടുത്ത് 95% മെയിൽ ഹോർമോണാ ഉള്ളത്. അങ്ങനെ ഇരുന്നിട്ടും അവരെ കാണാൻ പെണ്ണിനെ പോലെ തന്നെ ഉണ്ട്. ഏത് വിധത്തിൽ നോക്കിയാലും ഒരു ആണിന്റെ ഛായയില്ല. ഇത് ശരിക്കും പറഞ്ഞ ഒരു മിറാക്കിളാ. ചിലപ്പോ ഇങ്ങനെ സംഭവിക്കാറുണ്ട്.
ചാകാൻ പോകുന്ന കോഴിയാണെങ്കിൽ പോലും ചാവുന്നതിന് മുമ്പായിട്ട് തന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കാറില്ലേ? അതുപോലെ ഏതും ഇവളും എന്തിനൊക്കെ വേണ്ടി ശ്രമിക്കുന്നെന്ന് മാത്രം. ഇപ്പോ എന്താ ചെയ്യാ ഡോക്ടർ? അവരെ കൊണ്ട് പെണ്ണാകാൻ പറ്റില്ലെന്ന് പറയട്ടെ? നിനക്കെന്താ വല്ല വട്ടും പിടിച്ചോ? അവള് പെണ്ണായാലും ആണായാലും അതുകൊണ്ട് നമുക്കെന്താ കുഴപ്പം? നോക്ക്, നമുക്ക് വേണ്ടത് പണമാണ്. ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം നന്നായിട്ട് സമ്പാദിച്ചിട്ട് രക്ഷപ്പെടണം. നോക്ക്, അവളെ ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് നിഹാരികനെ വിളിപ്പിക്കും. പക്ഷെ അവള് കേസ് ഫയൽ നോക്കിയാലോ? ചെക്ക് ചെയ്തിട്ട് പോട്ടെ. ആണായിട്ട് മാറാൻ വേണ്ടിട്ടാന്ന് എഴുതിയാ മതി. നിഹാരിക ഒന്നിനെ പറ്റി ശ്രദ്ധിക്കുന്ന പെണ്ണൊന്നുമല്ല. അവള് വന്നിട്ട് കേസ് ഫയലിൽ എന്താണെന്ന് നോക്കി ഓപ്പറേഷൻ ചെയ്തിട്ട് പോവും. അത്രേ ഉള്ളൂ. നീ പോയി വിളിച്ചിട്ട് വാ. ഓക്കെ ഡോക്ടർ. ഡോക്ടർ, അടുത്ത ആഴ്ച നിങ്ങൾക്ക് ഓപ്പറേഷൻ ഫിക്സ് ചെയ്യും. എന്നുവെച്ചാ ഞാനൊരു പെണ്ണായിട്ട് മാറുന്നല്ലേ? അതെ, നിങ്ങളൊരു പെണ്ണായിട്ട് മാറും. പക്ഷെ അതിന് ഒരുപാട് പണം ചെലവാവും. ആ എമൗണ്ട് നിങ്ങൾ റെഡിയാക്കിയാൽ മാത്രമേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂ. ഡോക്ടർ, ഞാൻ തരാം ഡോക്ടർ. സിസ്റ്റർ, ഒരു മിനിറ്റ്. ഇത്രയും സൗന്ദര്യമുള്ള ഒരു ലേഡി എന്തിനാ ആണാവാൻ ആഗ്രഹിക്കുന്നത്? ഇവര് ശരിക്കും ആണാകാൻ വേണ്ടി തന്നെയാണോ വന്നിരിക്കുന്നത്? അതെ ഡോക്ടർ, അവൾക്ക് പെണ്ണായിരിക്കാൻ താല്പര്യമില്ലാത്രേ. ഡോക്ടർ, പേടിക്കണ്ട, എല്ലാം നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നടക്കും. കുറച്ച് നാളുകൾ കഴിയുമ്പോ ഞാനൊരു പെണ്ണാവും. നിന്നെക്കാളും നല്ല സുന്ദരിയാവും. അപ്പോ നേരെ വേദിന്റെ അടുത്ത് പോയി എന്നെ കല്യാണം കഴിക്കാൻ പറയും. അപ്പൊ അവൻ തീർച്ചയായിട്ടും സമ്മതിക്കും. ആ അതിനുശേഷം ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു നല്ല ഭാര്യയായിട്ട് അവന്റെ കൂടെ ജീവിക്കും. ഈ ലോകത്തിന്റെ കാഴ്ചപ്പാട് തന്നെ ഞാൻ മാറ്റിയിരിക്കും. ഇങ്ങനെയും ജീവിക്കാൻ പറ്റുമെന്ന് എല്ലാവരെയും കാണിച്ചു കൊടുക്കും. പാവേ, എനിക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. സാരമില്ല, ഞാനൊരു കുട്ടിയായിട്ടിരിക്കും. അവനും എനിക്ക് കുട്ടിയാവും. ദേഷ്യത്തിലായിരിക്കും അവൻ അങ്ങനെയൊക്കെ പറഞ്ഞ്. പക്ഷേ അവൻ അങ്ങനത്തെ ആളൊന്നും അല്ല. അവനെ പറ്റി നന്നായിട്ട് എനിക്കറിയാം. ഞാനൊരു പെണ്ണല്ലെന്ന് കരുതിയിട്ട് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയേ. ഞാൻ ആദ്യമേ ഇത് ചെയ്യേണ്ടതായിരുന്നു. അന്നേരം എനിക്കെന്ത് ഇതിനെ പറ്റിയൊന്നും അറിയില്ലാതിരുന്നേ. പക്ഷെ ഞാനിപ്പോ ഒരു പെണ്ണായിട്ട് മാറി. ശരിക്കും ഒരു പെണ്ണായിട്ട് മാറി. ഞാൻ സന്തോഷായിട്ട് ഇരിക്കുന്നത് നീ നിന്റെ കണ്ണുകൊണ്ട് കാണും. എന്റെ പ്രണയം എനിക്ക് തിരിച്ചു കിട്ടും.
എന്റെ സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടാൻ പോവാ. എന്റെ വേദന എനിക്ക് തിരിച്ചു കിട്ടും. സിസ്റ്റർ, ഇവർക്ക് എന്താ പറ്റേ? എന്തിനാ ഇത്രയധികം സന്തോഷിക്കുന്ന? വേറെന്തിനായിരിക്കും ഡോക്ടർ? അവൾ ആഗ്രഹിച്ച പോലെ തന്നെ ആയില്ലേ, അതുകൊണ്ടായിരിക്കും. അതെയോ? ധൈര്യമായിട്ടിരിക്കുക. ഒരു പർദ്ദയിട്ട പെണ്ണിനെ കൊണ്ടും നിനക്കൊരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. അതും ഞാൻ നിന്റെ കൂടെ ഉള്ളപ്പോ. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോൺ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോ ഓക്കെ, ഗുഡ് നൈറ്റ്. അല്ല, ആരാ നീ? ഈ അർദ്ധരാത്രി എന്താ പണി? ഗോരിപ്പാളയം മൈതാനത്തിലേക്ക് വരുന്നുണ്ടോ? കുറച്ചു സമയം മുമ്പ് ഞാൻ അവിടുന്നാ വന്നത്. ഓ, ഇപ്പൊ തിരികെ പോകാൻ വഴി അറിയില്ല. നിങ്ങൾ എന്നെ ഒന്ന് അങ്ങോട്ടേക്ക് ആക്കാമോ? എന്തേ? എന്നെ കണ്ട ശ്മശാനത്തിൽ ശവം കൊണ്ടുവന്നാണെന്ന് വിചാരിച്ചോ? എനിക്കങ്ങോട്ട് വരാനൊന്നും പറ്റില്ല. ഇതിലെ നേരെ പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞാൽ മതി. നീ പറഞ്ഞ സ്ഥലത്തും. നിങ്ങളും കൂടി ഒരുമിച്ച് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. നോക്കിക്കേ. സാരമില്ല, വിട്ടേക്ക്. ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. ആ, ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് വേണ്ടി ഒരാൾ അവിടെ തീർച്ചയായിട്ടും വന്നിരിക്കും. ഓ, ഒന്ന് പോവാൻ നോക്കോളെ. എന്താ നോക്കി പേടിപ്പിക്കുന്നത്? ഞാൻ കൂടെ വരണം പോലും. അയ്യോ എന്റെ ദൈവമേ, എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇത്ര പെട്ടെന്ന് ഇവിടെ എവിടെ പോയി? വീണ്ടും എന്തിനാ തിരിച്ചു വന്നേ? ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സ് മാറി കൂടെ വന്നാലോന്ന് വിചാരിച്ചു. ദേ നോക്കിക്കേ, നീ ഇപ്പൊ പോകുന്നോ ഇല്ലയോ? ഏയ്, ഞാൻ പോകുമല്ലേ. എന്തിനെങ്ങനെ ചൂടാവുന്നേ? പോ നോക്ക്. ദൈവമേ, അവളോട് ഞാൻ എന്തൊക്കെയാ പറഞ്ഞിട്ട് വന്നത്? രക്ഷിക്കണേ. എന്നൊന്നും ചെയ്യല്ലേ. വേണ്ട വേണ്ട. അയ്യോ, എന്നൊന്നും ചെയ്യല്ലേ. വേദിന്റെ പാവ. നീയോ? നീ എന്തിനാ വന്നത്? ഞാൻ നിങ്ങളുടെ അടുത്തേക്കല്ലാതെ വേറെ എങ്ങോട്ടേക്ക് പോകണ്ടേ? എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നിങ്ങൾ മാത്രം. ഞാൻ എങ്ങനെ കാരണമാവുക? ഞാൻ ആഗ്രഹിച്ചത് പെണ്ണായിട്ട് മാറാനാ. പക്ഷെ നീ എന്റെ ജീവിതം നശിപ്പിച്ചില്ലേ?
നീ എന്നെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചില്ലേ? നീ കാരണം എന്റെ മുഖം ആരെയും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലായില്ലേ? ഇല്ല, നീ കള്ളം പറയാ. നീ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല. സത്യം പറയും, നീ ആരാ? ഞാൻ പറഞ്ഞതൊന്നും നിനക്ക് വിശ്വാസം ആയില്ല അല്ലേ? നീ കാരണം എന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്ക് കാണണമല്ലേ? ഞാൻ ആരാണെന്ന് നിനക്ക് കാണണം. എന്താ മോളെ ഇതെല്ലാം? ഇതുപോലെ ആയത് കാരണം എന്റെ മുഖം കാണിക്കാൻ പറ്റാതെ പർദ്ദയിട്ട് നടക്കേണ്ട അവസ്ഥയിലായി. ഇതെങ്ങനെയാ പറ്റിയെന്ന് പറ. ഞാനിവിടെ ഒരു പെണ്ണായിട്ട് മാറാനാ വന്നേ. പക്ഷെ അവരെന്നെ ഒരു ആണാക്കി മാറ്റിക്കളഞ്ഞു. ഇനി നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരണം. ഒരു മിനിറ്റ് കേട്ടോ. ഇവിടെ ലാസ്റ്റ് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നല്ലോ, അവരില്ലേ ഇവിടെ? അവരില്ല മോളെ. ആരും ഇവിടെ പെർമനന്റ് ആയിട്ട് നിൽക്കാറില്ല. അവർക്ക് ഇഷ്ടമുള്ളിടത്തോളം അവരിവിടെ ജോലി ചെയ്യും, പിന്നെ അവര് പോവും. അവരെങ്ങോട്ടാ പോകുന്നതെന്ന് കൂടി അവര് പറയാറില്ല. ഇപ്പൊ നോക്കിക്കേ, ഞാനിവിടെ ഒറ്റയ്ക്കാ ജോലി ചെയ്യുന്നേ. ഇവിടെ പുരുഷനാവണമെന്നാണല്ലോ എഴുതിയിരിക്കുന്നേ. നിങ്ങളും സമ്മതിച്ചിട്ട് സൈനൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഇല്ല ഡോക്ടർ, ഞാൻ പെണ്ണായിട്ട് മാറാൻ ഇങ്ങോട്ടേക്ക് വന്നേ, ആണായിട്ട് മാറാൻ വേണ്ടിട്ടല്ല. ഇവരെല്ലാരും കൂടി എന്നെ പറ്റിച്ചതാ. നിങ്ങളെ കബളിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? നിങ്ങൾ എന്ത് പറയുന്നു അതുപോലെ ചെയ്യുന്നതാണ് ഞങ്ങളുടെ ജോലി. നിങ്ങൾ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇല്ല ഡോക്ടർ, ഞാനൊരു പെണ്ണാവണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നേ. വേണമെങ്കിൽ എന്നെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ ഇല്ലേ, അവരോട് ചോദിക്കേ. അങ്ങനെയൊന്നും നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റില്ല മോളെ. അവർക്കെതിരെ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരിങ്ങോട്ട് തിരിച്ചു വരില്ല. ഡോക്ടർ, അവരെവിടെയുള്ളെന്നൊന്ന് പറ, ഞാൻ പോയി അവരോട് ചോദിക്കാം. ഇല്ലെങ്കിൽ അവരുടെ കോണ്ടാക്ട് നമ്പർ തരുമോ? അവരോട് ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചോളാം. നിന്റെ ഓപ്പറേഷൻ ചെയ്ത ആ ഡോക്ടർ ഉണ്ടല്ലോ, അവരിപ്പോ ഞങ്ങളുടെ കോണ്ടാക്റ്റിലില്ല. സാരമില്ല, അവരെവിടെ പോയാൽ കാണാൻ പറ്റുന്നെങ്കിലും ഒന്ന് പറയേ. ഞാൻ നേരിട്ട് പോയി അവരെ കണ്ടോളാം. എനിക്കറിയില്ല മോളെ. അവർ ഈ ജോലി മാത്രമല്ല ചെയ്യുന്നത്, വലിയ വലിയ ഹോസ്പിറ്റൽസിലൊക്കെ അവർ ജോലി ചെയ്യുന്നത്. ഇതുപോലുള്ള ഓപ്പറേഷൻസ് ഒക്കെ ആരും അറിയാതെ വളരെ സീക്രട്ട് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. ഡോക്ടർ, അപ്പൊ പിന്നെ ഞാൻ ഇനി എന്ത് ചെയ്യും? ഇപ്പൊ നീ എങ്ങനെയാണോ അതേപോലെ തന്നെ ജീവിക്കുന്നതാണ് എനിക്കുള്ള ഏക വഴി. ഈ വിഷയത്തില് ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല മോളെ. ഒരുപക്ഷെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഓപ്പറേഷൻ ചെയ്യുന്നത് ജീവൻ പോലും പോകാൻ കാരണമാവും. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും റിസ്ക് എടുക്കാൻ തയ്യാറല്ല. നിങ്ങൾ ഇവിടുന്ന് പോവാൻ നോക്ക്. നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണല്ലേ എന്നെ പറ്റിച്ചത്. ഞാനൊരു പെണ്ണായിട്ട് മാറിയ വേദിന് ഇവൾക്ക് കിട്ടില്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്നെ ഇങ്ങനെ പറ്റിച്ചു കളഞ്ഞത്. അരികിലായി വരൂ നീ, വാക്കുകൾ കേൾക്കാതെ കനിവ് തേടും പോർക്കളം. സ്നേഹമേ ദിനം ഊകുന്നിതാ, നിന്നിലായി ഞാൻ മാറും നീതാ, നിന്നിലായി ഞാൻ മായും നീതാ. പാവേ, എന്നെ കണ്ടിട്ട് ചിരിക്കുവാണല്ലേ? ചിരിച്ചോ? കുറച്ചുകൂടെ ഉറക്കെ ചിരിക്ക്. എന്നെ കണ്ട് ആ ദൈവം തന്നെ ചിരിക്കുമ്പോ നീ തന്നെ ചിരിക്കാതെ വേറെ എന്ത് ചെയ്യാനാ? പാവേ, എന്നെ എല്ലാരും പറ്റിച്ചു. എല്ലാരും പറ്റിച്ചു. എന്നെ എല്ലാവരും പോലെ ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിട്ട് അവര് സമ്മതിച്ചില്ല. പാവേ, നമ്മൾ എങ്ങനെയാണോ ജനിച്ചത്
അതുപോലെ ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് വിട പറയണം. എന്താ എന്താ നമുക്ക് അവരെ പോലെ ജീവിക്കാൻ പറ്റില്ലേ? എന്താ അവര് സമ്മതിക്കാത്തെ? നമ്മളെല്ലാരും ദൈവത്തിന്റെ കുട്ടികളല്ലേ, പക്ഷെ മറ്റെന്തൊക്കെയോ പോലെ അവര് കാണുന്നത്. ഞാനൊരു പെണ്ണായിട്ട് മാറണമെന്ന് ആഗ്രഹിച്ച തെറ്റാണോ? മറ്റുള്ളവരെ പോലെ കല്യാണം കഴിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച തെറ്റാണോ? ഇല്ലെങ്കിൽ ഭർത്താവിന്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച തെറ്റാണോ? പറയും പാവേ. എല്ലാത്തിനും നീ ചിരിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നെ? നീ ഒരു തരത്തില് അമ്പലങ്ങളിൽ ഇരിക്കുന്ന ദൈവത്തെ പോലെ തന്നെയല്ലേ? എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നെ? നിന്റെ അടുത്തുനിന്ന് ഞാനിനി ഒരുപാട് പഠിക്കാനുണ്ട്. എന്തൊക്കെ കഷ്ടപ്പാട് വന്നാലും ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിച്ചാലും ചിരിച്ച മുഖത്തോടെ ഇരിക്കണം എന്നുള്ള പോലെ ചിരിച്ചുകൊണ്ടേ ഇരിക്കല്ലേ? നിനക്കൊരു ജീവിതം ഉണ്ടായിട്ട് നീ ഒരാളെ ഇഷ്ടപ്പെടുമ്പോ മാത്രമേ നിനക്കത് മനസ്സിലാവൂ. ജീവിതത്തെ പറ്റി എന്തോരം ആഗ്രഹിച്ചതാ ഞാൻ. പക്ഷേ അതെല്ലാം ഇന്ന് തകർന്ന് തരിപ്പണമാക്കി കളഞ്ഞില്ലേ? അവനെ എനിക്കിനി കിട്ടില്ല. എനിക്ക് നിന്നെ പിരിഞ്ഞ് ജീവിക്കാൻ പറ്റില്ല. അതെ, വേദന എനിക്ക് വേണം. വേദന എനിക്ക് വേണം. അവനെ വിട്ട് എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. അവന്റെ സ്നേഹം എനിക്ക് വേണം. അവന്റെ കൂടെ എനിക്ക് ജീവിക്കണം. അവന്റെ സ്നേഹവും പരിചരണവും എനിക്ക് വേണം. എനിക്ക് വേദന വേണം. എനിക്ക് വേദന വേണം. നീ മാത്രമായി പോരും നിതാ ദേഹി എന്നിലോ. നീ മാത്രമായി പുൽകുമോ ദേഹി എന്നിലോ. പ്രേമമെന്നോ മാറ്റിയല്ലോ കാലചക്രം മറഞ്ഞിടും. ദേഹിയെങ്ങ് പോയി നിന്നോ മനസ്സു പറയും വാസകി. അരികിലായി കൂടെ നിന്നെന്റെ ദേവിയായി വന്നതോ അകലുമേ ദേവരൂപം. നീ പറയുമോ ബഹുദൂരമോ മുകിലു പൊഴിയും നിൻമിഴിയിൽ മനസ്സു നിറഞ്ഞു നിന്നോടലിഞ്ഞു. നീയില്ല ജീവൻ ഇതെന്തോ കണ്ണീരിൽ വീണ പൂവേ. നിറമാറ പൂനിയാണോ? പെണ്ണേ പെണ്ണേ വേദ എന്റേത് മാത്രമാണ്. എന്റെ അടുത്തുനിന്ന് അവനെ പിരിക്കാൻ നോക്കണ്ട. വേഗം എനിക്ക് അവനെ വിട്ട് തന്നേക്ക്. അതൊന്നും പറ്റില്ല. അവൻ എന്റെ മാത്രമാ. അവനെ ഞാൻ നിനക്ക് വിട്ടു തരില്ല. വിട്ട് തരില്ലെന്നല്ലേ?
എന്താ എന്തു പറ്റി വേദ്? എനിക്കിപ്പോഴും ഒരു കാര്യം മനസ്സിലായിട്ടില്ല നിഹ. പാവക്കുട്ടി കാരണം എനിക്കൊരിക്കലും ആപത്തുണ്ടാവില്ല എന്ന് ഗുരുജി പറഞ്ഞിട്ട് പിന്നെങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നത്? അപ്പൊ ശരിക്കും എന്നെ കൊല്ലാൻ വേണ്ടി ട്രൈ ചെയ്ത് ആരായിരിക്കും? എന്താ പറയുന്ന വേദ്? നിന്നെ കൊല്ലാൻ ട്രൈ ചെയ്തെന്നോ? ഈ കാര്യം മാത്രം എന്താ നീ എന്നോട് പറയാതിരുന്ന? ഞാനത് ആക്സിഡന്റിലാണെന്ന് വിചാരിച്ചത്. പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അതെന്നെ കൊല്ലാനുള്ളൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു. നിന്നെ എന്തിനു വേണ്ടി ആരെങ്കിലും കൊല്ലുന്നു? ആരടാ? ഏയ്, ആരാടാ നീ? വിട്, എന്നെ കയ്യിന്ന് വിട്. ആരാ നീ? എന്നെ വിട്. നീ എന്റെ സ്വന്തമാണ്. എനിക്ക് വേണ്ടി ജനിച്ചവൾ. നിന്നെ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല. അവരെ കൊന്നിട്ടാണെങ്കിലും ശരി, നിന്നെ ഞാൻ എന്റെ സ്വന്തമാക്കിയിരിക്കും. നിന്നെ ഞാൻ I love you, Niha. I love you. ചഞ്ചൽ, നീയോ? അതെ, ഞാൻ തന്നെ. എന്താ എന്നെ ഇങ്ങനെ കണ്ടിട്ട് ഷോക്കായി പോയ നിനക്ക്? ചഞ്ചൽ, എന്തിനു വേണ്ടി നീ ഇങ്ങനെ ചെയ്യുന്ന? എല്ലാം നിനക്ക് വേണ്ടിയാണ് നിഹ. ചെറിയ പ്രായം തൊട്ട് നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവനാണ് ഞാൻ. പക്ഷേ നിനക്ക് എന്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റിയില്ല. ചഞ്ചൽ, നിന്നെ ഞാൻ നല്ലൊരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ലാതെ നീ കരുതുന്ന പോലെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് നിന്നോട് തോന്നിയല്ലോ. എനിക്ക് നീ വേണം നിഹ. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല നിഹ. സഞ്ജയ്, ഭ്രാന്തനെ പോലെ സംസാരിക്കരുത്. ഭ്രാന്ത് പിടിച്ച പോലെ അല്ലടാ, ഭ്രാന്തനാടാ. നിഹയുടെ മേലുള്ള എന്റെ പ്രേമ ഭ്രാന്ത്. നീ അവളുടെ ജീവിതത്തിൽ വരാതിരുന്നെങ്കിൽ അവളിപ്പോ എനിക്ക് സ്വന്തമായനെ. പക്ഷെ നീ വന്നു. നിന്നെ കൊല്ലാൻ വേണ്ടി ഞാൻ എത്രയോ ശ്രമിച്ചു നോക്കി. നീ എങ്ങനെയോ രക്ഷപ്പെട്ടു. നിന്റെ അടുത്തുനിന്ന് ഇവളെ എങ്ങനെയെങ്കിലും പിരിക്കണം തീരുമാനിച്ചു. അതും നടന്നില്ല. ഇത്രയൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടും ഞാൻ എപ്പോഴും തോറ്റുകൊണ്ടേയിരിക്കുന്നു. ജയിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അങ്ങനെ ആലോചിച്ചതിന് ശേഷമാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ആ പാവ നിന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന കാര്യം. നീ അവൾക്ക് മുക്തി കൊടുക്കുന്നത് വരെ നിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞതിന് ശേഷമാണ് നിന്റെ പിന്നാലെ ഞാൻ ചുറ്റിക്കറങ്ങാൻ തുടങ്ങിയത്. ഇപ്പോഴാണ് ഗെയിം തുടങ്ങാൻ പോകുന്നത്. ഇപ്പൊ നീ ആ പാവയ്ക്ക് മുക്തി കൊടുത്തു. ഞാൻ നിനക്ക് മുക്തി തന്നിട്ട് നിഹാരികയെ ഞാൻ എന്റെ ദേവതയാക്കാൻ പോവടാ. ചഞ്ചൽ, നിന്റെ ഈ രീതികളൊന്നും ഒട്ടും ശരിയല്ല. തെറ്റാണെന്ന് എനിക്കും അറിയാം. പക്ഷെ തെറ്റ് ചെയ്താലല്ലേ എനിക്കെന്റെ പ്രേമം കിട്ടൂ.
ജീവനില്ലാത്ത ആ പാവ ഇവനെ ഇത്ര സ്നേഹിക്കുമ്പോ ജീവനോടെയുള്ള ഈ ഞാൻ വെറുതെ വിടുവോ? ചഞ്ചൽ, നീ എന്തൊക്കെ ചെയ്താലും ശരി, എന്നെ നീഹാരിക്ക് നിനക്ക് പിരിക്കാൻ പറ്റില്ല. അത് പാവയുള്ള കാലം വരെ മാത്രോടാ. ഇപ്പൊ പാവയുമില്ല, നിഹാരികയും സ്വന്തമല്ല. വേണ്ട വേദ്, വേണ്ട, വിട്ടേക്ക്. നിഹാരിക എനിക്ക് വേണം. വിട്ടേക്കടാ. നിഹാരിക എന്റെ പാവക്കുട്ടി, ഞാൻ വേണമെന്ന് ചെയ്തതല്ല. ദയവ് ഇത് ഉപദ്രവിക്കരുത്. എന്തിനാ വേദ് നോണ പറയുന്നേ? എന്തിനാ നോണ പറയുന്നേ? എന്നോട് സ്നേഹമുണ്ടെന്ന് നോണ പറഞ്ഞിട്ട് എന്നെ ആ മാന്ത്രിക ചരടിൽ ബന്ധിച്ചത് എന്തിനാ? ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ? നിന്നെ ഞാൻ സ്നേഹിച്ചത് തെറ്റാണോ? എന്നെ പോലുള്ള പെണ്ണുങ്ങൾക്ക് സ്നേഹിക്കാൻ പാടില്ലേ? എല്ലാം തികഞ്ഞിരിക്കുന്നവരുടെ സ്നേഹം സത്യമായിരിക്കും. ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ. ദൈവത്തോർത്ത് ഞങ്ങൾ ഉപദ്രവിക്കരുത്, ദയവീത്, പ്ലീസ്. ഇല്ല വേദ്, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. നീ എനിക്ക് അവകാശപ്പെട്ടതാ. പക്ഷെ എന്റെ അടുത്ത് നിന്ന് നിന്നെ പിരിച്ചെടുത്തില്ലേ, ഇവളെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. നീ തെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഊർമിളെ. നീ വലിയ തെറ്റാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ നോക്കുന്നത് തെറ്റാണോ? അതെ, തെറ്റ് തന്നെയാ. ഈ സാഹചര്യത്തിൽ അത് തെറ്റ് തന്നെയാണ്. നീ ജീവനോടെ ഉണ്ടെങ്കിൽ ഈ സ്നേഹത്തിന് ഒരു അർത്ഥമുണ്ട്. എന്നാൽ നീ ഇപ്പൊ ജീവനോടെ ഇല്ല. ജീവിക്കണമെന്ന് വിചാരിക്കുന്നവരെങ്കിലും നീ ജീവിക്കാൻ അനുവദിക്കേ. അതെ പാവക്കുട്ടി, നീഹ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനും ജീവനോടെ ഉണ്ടാവില്ല. എന്നെ നിനക്കിന് ഒരിക്കലും കിട്ടില്ല. അവൻ പറയുന്നത് കേട്ടോ, നിന്നെ കൊണ്ട് അവരുടെ ജീവനും പോണമെന്നാണോ? നീ അനുഭവിച്ചതുപോലുള്ള കഷ്ടതകൾ ഇവരും അനുഭവിക്കണമെന്നാണോ? നീ സ്നേഹിച്ച ഒരു പയ്യൻ നിന്റെ മുന്നിൽ പിടച്ച് പിടച്ച് മരിക്കണമെന്ന് നിനക്ക് കാണണമെന്നാണോ? അത് നിനക്ക് സന്തോഷം തരുമോ? ഇല്ല, അങ്ങനെയൊന്നും നടക്കാൻ പാടില്ല. എന്റെ വേദ സന്തോഷായിട്ടിരിക്കണം. നിന്റെ വേദ് സന്തോഷമായിരിക്കണമെങ്കിൽ നീ അവനെ വിട്ടിട്ട് മാറിപ്പോണം. അവരുടെ സ്നേഹത്തിന് നീ തുണയായി നിൽക്കണം. നമ്മൾ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്നേഹം നമ്മൾ തകർക്കാൻ പാടില്ല. ഇന്ന് വരെയും ആത്മാക്കൾ എന്ന് പറഞ്ഞ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നാണ് കേട്ടിരിക്കുന്നത്. എന്നാൽ നീ അങ്ങനെയല്ല. നിന്റെ പ്രേമം വിശുദ്ധമായിട്ടാ നീ കാണുന്നത്. നീ ജീവനോടെ ഇല്ലെങ്കിലും നിന്റെ സ്നേഹം സത്യമാണ്. പക്ഷെ ഇവൻ ജീവനോടെ ഉണ്ടായിട്ടും
കൂടെ നിന്ന് നിന്നെ വഞ്ചിച്ചു. നീ വേദന വിട്ട് മാറി നിന്നിട്ട് നല്ലവളായി തന്നെ ജീവിക്ക്. എന്നുവച്ചാ വേദന എനിക്ക് കിട്ടില്ലെന്നാണല്ലേ? അവന്റെ സ്നേഹം എനിക്ക് കിട്ടില്ലേ? തീർച്ചയായും കിട്ടും. പക്ഷെ ഇപ്പോഴല്ല. അടുത്ത ജന്മത്തിൽ ഒരു പെണ്ണായി പിറന്നിട്ട് നീ തീർച്ചയായും അവന്റെ കാമുകിയാവും. സത്യമുള്ള സ്നേഹമാണെങ്കിൽ ആ ദൈവം തന്നെ നിനക്ക് തിരിച്ചു തരും. നിന്റെ സ്നേഹം നിനക്ക് കിട്ടാണ്ടിരിക്കോ? പക്ഷെ ഒരു കാരണവശാലും അവരുടെ ജീവിതത്തിൽ നീ കരാളിയായിരിക്കാൻ പാടില്ല. വേദ്, അടുത്ത ജന്മം ഉണ്ടെങ്കിൽ നീ ആഗ്രഹിക്കുന്ന പോലെ ഞാനൊരു പെണ്ണായി ജനിച്ചിട്ട് നിന്നോടുള്ള സ്നേഹം സത്യമാക്കും. ഞാൻ നിന്നെ വിട്ടിട്ട് എങ്ങോട്ടേക്കും പോവില്ല. പോവില്ല, പോവില്ല വേദ്, പോവില്ല, 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 പോവില്ല. ഊർമിള, നിന്റെ ഈ തീരുമാനം എല്ലാവർക്കും മാതൃകയായിരിക്കും. ഭീഷണിപ്പെടുത്തി ആർക്കും ഒന്നും നേടാൻ പറ്റില്ല എന്നുള്ള സത്യം. വേദ്, ഇതുപോലെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പുതുജന്മം കിട്ടിയിരിക്കുക. ഭാവേ, നീ ഞങ്ങളോട് ക്ഷമിക്കണം. വലിയൊരു ഉപകാരമാണ് ഗുരുജി ചെയ്തു തന്നത്. ഇല്ല വേദ്, സഹായം ചെയ്തത് ഞാനല്ല, നിന്റെ പാവയാണ്. ഇങ്ങോട്ട് നോക്കിയേ, അവൾക്ക് നല്ല മനസ്സുള്ളത് കൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും ജീവനോടെ ഉള്ളത്. ഇതിനപ്പുറത്തേക്കും അവളെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവില്ലല്ലോ ഗുരുജി? അതിനെക്കുറിച്ച് എനിക്കിപ്പോഴൊന്നും പറയാൻ പറ്റില്ല. സത്യമുള്ള സ്നേഹം എല്ലാ തടസ്സങ്ങളും നീക്കി വരും. അവള് മരിക്കുമ്പോ പിടച്ച് അവള് മരിച്ചത്. അവളുടെ ജീവൻ ഇപ്പൊ കാറ്റിൽ അലിഞ്ഞിരിക്കുക. നിങ്ങൾ വേണമെങ്കിൽ അവളെ മറക്കും, പക്ഷെ അവള് നിങ്ങളെ ഒരിക്കലും മറക്കില്ല. നോക്ക്, ഇന്നു തൊട്ട് നന്നായി ശ്രദ്ധിക്കണം. ദൈവം നിങ്ങൾക്ക് തുണയായിരിക്കും. ഞാൻ വരട്ടെ.